മക്കൾക്ക് പോലും വേണ്ടാതെ KP യോഹന്നാന്റെ സഹോദരൻ KP പുന്നൂസ്. ITV ന്യൂസ് ഇന്നലെ ഒരു വാർത്ത നൽകിയിരുന്നു. കണ്ണനല്ലൂർ പോലീസ് 16 ലക്ഷം രൂപ തട്ടിച്ചെന്ന കേസിൽ KP യോഹന്നാന്റെ സഹോദരൻ KP പുന്നൂസിനെ അറസ്റ്റ് ചെയ്യുകയും കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച അയാൾ ചോദ്യം ചെയ്യലിനിടെ കുഴഞ്ഞു വീഴുകയും തുടർന്ന് പോലീസുകാർ ഇദ്ദേഹത്തെ കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഏതാണ്ട് നിലവിൽ 11ലധികം ആളുകളെ കോടികൾ തട്ടിച്ച കേസിലെ പ്രതിയാണ് KP യോഹന്നാന്റെ സഹോദരൻ KP പുന്നൂസ്. തിരുവല്ല ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ MBBSന് അഡ്മിഷൻ മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് നിരവധി പേരെയാണ് കോടികൾ 78കാരനായ ആൾ തട്ടിച്ചത്. സംസ്ഥാനത്തെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഇദ്ദേഹത്തിനെതിരെ നിലവിൽ കേസുകളുണ്ട്. പല ജയിലുകളിലും ഇദ്ദേഹം റിമാൻഡിലും കിടന്നിട്ടുണ്ട്. കൊല്ലം നല്ലില സ്വദേശിയായ വിദേശത്ത് ജോലി ചെയ്യുന്ന സാജൻ ഫിലിപ്പിനെ തട്ടിച്ച് 16 ലക്ഷം രൂപ തട്ടിച്ചു എന്ന കേസിൽ കൊല്ലം കണ്ണനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത 420 ചീറ്റിംഗ് കേസിലെ പ്രതിയാണ് ഇയാൾ. ഇദ്ദേഹത്തിന്റെ സ്ഥിര നമ്പറാണ്. പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ മോഹലാസ്യപ്പെട്ട് വീഴും. പോലീസുകാർ പേടിച്ചുപോയി. ഇദ്ദേഹം വൃദ്ധനായതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതി അവർ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസവും ഇതാണ് സംഭവിച്ചത്. ഇദ്ദേഹം കുഴഞ്ഞു വീണപ്പോൾ പേടിച്ചുപോയ പോലീസുകാർ ഇദ്ദേഹത്തെ കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ മക്കളെ ഈ വിവരം അറിയിച്ചപ്പോൾ അയാൾ അവിടെ കാണും കടന്നോട്ടെ, ഞങ്ങൾക്ക് കാണേണ്ട ബില്ല് പോലും ഞങ്ങൾ അടയ്ക്കൂല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പെട്ടിരിക്കുന്നത് കണ്ണനല്ലൂർ പോലീസാണ്. കാരണം ആശുപത്രിയിലെ ബില്ല് പോലും അടയ്ക്കുവാൻ മക്കൾ തയ്യാറാകുന്നില്ല. നാട്ടുകാരെ പറ്റിച്ച ഈ കോടികൾ 78കാരനായ വൃദ്ധൻ എവിടേക്ക് കൊണ്ടുപോയി എന്നതാണ് ആർക്കും അറിയുവാൻ സാധിക്കാത്തത്. ഇന്നലെ 24 ന്യൂസ് ഈ വാർത്ത നൽകിയത് പോലീസുകാർ ഒരു വൃദ്ധനെ, ഒരു വന്ധ്യവയോധികനെ മാനസികമായി പീഡിപ്പിച്ച് അദ്ദേഹത്തിന് അറ്റാക്ക് വന്ന് ഒടുവിൽ ആശുപത്രിയിലായി എന്ന രീതിയിലാണ് ആ വാർത്ത പ്രസന്റ് ചെയ്തത്. ഇദ്ദേഹം KP യോഹന്നാന്റെ സഹോദരനാണെന്നോ ഇതുപോലെ നിരവധി തട്ടിപ്പ് കേസിലെ പ്രതിയാണോ എന്ന കാര്യം ഇവർ പുറത്തുവിട്ടില്ല. ITV ന്യൂസ് ആണ് ഇയാൾ യഥാർത്ഥത്തിൽ KP യോഹന്നാന്റെ സഹോദരനാണെന്നും നിരവധി കേസുകളിൽ പ്രതിയാണെന്നുമുള്ള വിവരം ഞങ്ങൾ പുറത്തുവിട്ടത്. ഇന്നലെ രാത്രി തന്നെ ഈ വാർത്ത കണ്ട ശ്രീ സാജൻ ഫിലിപ്പ് ITV ന്യൂസിനെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെ വിളിച്ചത്. കാരണം അദ്ദേഹം വർഷങ്ങളായി 16 ലക്ഷം രൂപയും മകന്റെ അഡ്മിഷന് വേണ്ടി നൽകി. മകന്റെ ഭാവിയും പോയി. ഇദ്ദേഹവും കുടുംബവും വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഇവർ പോകാത്ത പോലീസ് സ്റ്റേഷനുകളില്ല. അവസാനം കയറി ഇറങ്ങി നടന്ന് തങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞതിനെ തുടർന്നാണ് പോലീസുകാർ കേസ് രജിസ്റ്റർ ചെയ്യുവാൻ മുൻകൈയെടുത്തത്. ഒടുവിൽ ഇദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇപ്രകാരം സംഭവിക്കുകയും ചെയ്തു. സാജൻ ഫിലിപ്പ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ITV ന്യൂസിനോട് വെളിപ്പെടുത്തിയത് കേൾക്കുക. ഇപ്പം കൊടുത്ത വാർത്തയാണ് സത്യസന്ധമായ വാർത്ത. അതിന് ഞാൻ നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളെ ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുവാണ് ഈ സമയത്ത്. അത്രമാത്രം കറക്റ്റായിട്ട് ന്യൂസ് കൊടുത്ത ഒരേ ഒരു ചാനൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷ, എൻ്റെ കുടുംബത്തിന്റെ പേരിൽ ഞാൻ ഒരുപാട് അഭിനന്ദനങ്ങൾ തരുവാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഇപ്പം എന്തായിരുന്നു സംഭവിച്ചെന്ന് പറയാം. യഥാർത്ഥം സംഭവിച്ചത്, എൻ്റെ മോന് 2024 MBBS ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷന് വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് KP പുന്നൂസും പ്രദീപ് എന്ന് പറഞ്ഞ ഒരു ഇടക്കക്ഷിയും കൂടെ ചേർന്നിട്ട് 16 ലക്ഷം രൂപ കൈപ്പറ്റി. അവസാനം വരെ ആ മോന് എൻട്രൻസിനകത്ത് നല്ല മാർക്ക് നേടി പാസ്സായ കുട്ടിയാണ്. അവർ ചാരിറ്റി സീറ്റ് ഉണ്ടെന്നും അയാൾ ബോർഡ് മെമ്പർ ആണെന്നും എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഗതികെട്ട് ഞാൻ പ്രവാസിയാണ്. ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട പൈസ എൻ്റെ നാട്ടിലെ വസ്തുവും കൂടെ വിറ്റിട്ടാണ് ഞാൻ ഈ പൈസ കൊടുത്തത്. ഇവര് അഡ്മിഷൻ തരാൻ അവസാനം വരെ തന്ന് എൻ്റെ മോന്റെ 2 കൊല്ലം പാഴാക്കി. അതേമാതിരി എനിക്ക് ഇതെല്ലാം ടെൻഷൻ എല്ലാം അനുഭവിച്ച് ഞാൻ നമ്മുടെ മീയണ്ണൂരുള്ള അസീസി ഹോസ്പിറ്റലിൽ ഞാൻ 15 ദിവസത്തോളം അഡ്മിറ്റായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ വൈഫിന് ബൈപ്പാസ് സർജറി ആയിട്ട് SK ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്ത് അഡ്മിറ്റായിരുന്നു. ഇതെല്ലാം ഞങ്ങൾക്കുണ്ടായ കുടുംബത്തിൻ്റെ ഉണ്ടായ പ്രശ്നങ്ങളാണ്. ഇയാൾ ഒറ്റ ഒരുത്തം മുഖാന്തരം എൻ്റെ മോൻ അഡ്മിഷൻ കിട്ടിയില്ല. അവസാനം വരെ ഇയാൾ പൈസ തിരിച്ചു തരാൻ വേണ്ടി ഞാൻ ചോദിക്കുമ്പോൾ പുള്ളി ഇന്ന് തരാം, നാളെ തരാം, ഇന്ന് തരാം, നാളെ തരാമെന്ന് പറഞ്ഞ് ഞാൻ അയാളുടെ വീട്ടിലൊരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ അയാളുടെ വീട്ടിൽ സന്ദർശിച്ചു. അയാൾ തരത്തില്ലെന്നല്ല പറഞ്ഞത്, തരാമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ ചൂടായ സമയത്ത് അയാൾ ഒരു ചെക്ക് എഴുതി തന്നു എനിക്ക്. ആ ചെക്ക് എന്ന് പറയുന്നത് ഞാൻ ബാങ്കിൽ കൊണ്ടിട്ടപ്പോൾ അത് ബൗൺസായി.
അതിനുശേഷം വീണ്ടും ഞാൻ ഇങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ ഈ അങ്ങേര് പറഞ്ഞു ഞാൻ ഇപ്പം പൈസ റെഡിയാക്കാം എന്ന് പറഞ്ഞു. അതിൽ പ്രോമിസറി നോട്ടിൽ എൻ്റെ മോൻ്റെ അഡ്മിഷന് വേണ്ടി 14 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ടെന്നും 15-ാം തീയതിക്ക് മുമ്പ് പൈസ തരാമെന്ന് എഴുതി ഒപ്പിട്ട് തന്നു 500 രൂപ പത്രത്തിൽ. അത് കഴിഞ്ഞിട്ട് പുള്ളി എനിക്ക് പൈസ തന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കേസിന്റെ കാര്യങ്ങളിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ആദ്യം ഞാൻ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. ആ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവരതിന്റെ വേണ്ടുന്ന രീതിയിൽ അവരൊന്നും ചെയ്തില്ല. അവസാനം ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തു. അതിനുശേഷമാണ് അവരൊരു FIR ഇടാൻ പോലും തയ്യാറായത്. FIR ഇട്ടിട്ടും ഇതിന്റെ ഒരു മുമ്പോട്ടുള്ള ചലനങ്ങളും നടക്കാത്തതുകൊണ്ട് വീണ്ടും ഞാൻ പരാതി കൊടുത്തതിന് ശേഷം മാത്രമാണ് അവർ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി 3 പ്രാവശ്യം പോയിട്ട് ഇങ്ങനെ കിട്ടിയില്ല. ഇങ്ങനെ തെങ്കാശി ആ മൊബൈൽ ഫോണെല്ലാം ഓഫ് ചെയ്തിട്ട് ഉടായിപ്പും കൊണ്ട് നടക്കുമായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് KP ശ്രീകുമാർ എന്ന് പറഞ്ഞ വക്കീല് എൻ്റെ കയ്യിൽ പൊന്നൂസിന്റെ 2 കോടി രൂപയുടെ ചെക്കുണ്ട്. അത് സാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അയച്ചതെന്നും ആ പൈസ RBIയുടെ നിയന്ത്രണത്തിലുള്ളത് കൊണ്ട് RBI അപ്രൂവ് ആക്കാൻ വേണ്ടി അമിത്ഷായുടെ അടുത്ത് പോയി ഞാൻ പാസ്സാക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് 6 മാസം ഈ KP ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി എന്നെ കളിപ്പിച്ചു. ചാരിറ്റിക്ക് വേണ്ടിയുള്ള പൈസയാണ്, എവിടുന്നോ വന്നതാണ്. എൻ്റെ 2 കോടി രൂപയുടെ ചെക്കും കാണിച്ചു തന്നെ. അയാൾ കുറേ സ്ക്രീൻഷോട്ടുകളും കഴിച്ചു. ഞാൻ ഡൽഹിയിലാണ്, ഞാൻ അതിനുശേഷം പോയിട്ട് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് 6 മാസം ഈ KP ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തി എന്നെ കളിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഗൾഫിലാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതിനു വേണ്ടി പോലീസ് സ്റ്റേഷനും ഇങ്ങനെ കോടതിയും മുഖാന്തരം നടക്കുക. ഞാൻ കോടതി മുഖാന്തരവും കേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെ അംഗീകരിക്കുകയോ അങ്ങനെ പൈസ തരികയോ ചെയ്തിട്ടില്ല. 1 രൂപ പോലും എനിക്ക് തന്നിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസയും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ വസ്തുവും കൂടെ വിറ്റിട്ട് ശേഷമാണ് ഞാൻ അങ്ങേർക്ക് പൈസ കൊടുത്തത്. അങ്ങനെ എൻ്റെ മോൻ അഡ്മിഷൻ, എൻ്റെ മോൻ 2 കൊല്ലം ഒരു ഗതിയില്ലാതെ അലഞ്ഞു. എൻ്റെ വൈഫിനും ഇതേമാതിരി അസുഖമായി, എനിക്ക് അസുഖമായി. ഇതാണ് നടന്ന സംഭവങ്ങൾ. ഞാൻ അതിനുശേഷമാണ് ഈ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ അപ്രോച്ച് ചെയ്യുകയും അവരെ മേലുദ്യോഗസ്ഥന്മാരെ അപ്രോച്ച് ചെയ്തതിനു ശേഷം മാത്രമാണ് അവർ അറസ്റ്റിന് വേണ്ടി തുനിഞ്ഞത്. ഈ സാധനങ്ങളുടെ അറിയില്ലായിരുന്നു. അതായത് ഇപ്പോൾ കേരളത്തിൽ ഒരു മെഡിക്കൽ സീറ്റിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടികളിലൂടെ ഒന്നും നടക്കത്തില്ല, തട്ടിപ്പാണ്, പൈസ കൊടുത്ത് അറിയില്ലായിരുന്നു അത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മോന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. വേറൊരു കുട്ടിയായിട്ട് 2 മാർക്കിന്റെ ഡിഫറൻസ് ആണുള്ളത്. ആ 2 മാർക്കിന്റെ ഡിഫറൻസ് OBC കുട്ടിയാണ്, അതുകൊണ്ട് ബിലീവേഴ്സിൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയുമായിരുന്നു. എൻ്റെ മോന് 500 നല്ല മാർക്കായിരുന്നു. ആ മാർക്ക് കിട്ടിയ സമയത്ത് 2 മാർക്കിന് ഡിഫറൻസ് ആവുള്ളത്, അതുകൊണ്ട് OBCയിലെ കുട്ടി അവിടുന്ന് പോകും. അതിനുശേഷം എൻ്റെ മോന് അഡ്മിഷൻ കിട്ടും. പക്ഷേ ആ കുട്ടി തിരിച്ചു വന്നെന്നും അതുകൊണ്ട് എൻ്റെ മോന് അഡ്മിഷൻ കൊടുക്കാൻ ഒക്കത്തില്ലെന്നും പറഞ്ഞാണ് ഇവർ അന്ന് ഞാൻ പറഞ്ഞ എൻ്റെ പൈസ തിരിച്ചു താന്നും പറഞ്ഞാണ് ഞാൻ ചെയ്തത്. ഈ പണം എവിടെ കൊണ്ടാ കൊടുത്തത്? അങ്ങനെ വീട്ടിൽ അല്ല, എല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്. ഈ ഇടപാടുകളൊക്കെ സംസാരിച്ചത് എവിടെ? ബിലിവേഴ്സ് ആശുപത്രിയിലായിരുന്നു അതോ ഇയാളുടെ വീട്ടിലാണോ? അല്ല, അങ്ങേരെ വീട്ടിലാണ്. ഈ പ്രദീപ് എന്ന് പറഞ്ഞ വ്യക്തി ഞാനും കൂടാണ് ആദ്യം അങ്ങേരെ വീട്ടിൽ പോകുന്നതും. പിന്നെ അങ്ങേര് ഇതിനു വേണ്ടി അഡ്മിനിസ്ട്രേഷനിലേക്ക് പൈസ കൊടുക്കണം, മറ്റേത് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് 14. ഈ ആശുപത്രിയുമായിട്ട് ബിലിവേഴ്സും മെഡിക്കൽ കോളേജുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് ക്രോസ് ചെക്ക് ചെയ്തില്ലേ? ഞാൻ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ അന്ന് അവിടെ ബോർഡ് മെമ്പർ ആയിരുന്നതാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ഇയാളെ സംബന്ധിച്ചോളം ഇയാൾ ഇതുപോലെ ഞാൻ ഇന്ന് തപ്പിയപ്പോൾ തന്നെ 11 കേസുകളാണ് ഉള്ളത്. അയാളുടെ വാക്ചാരിത്യം കൊണ്ട് അങ്ങേരെ നമ്മളും ഒരു വിശ്വാസിയാണ്, അങ്ങേര് ഒരു വിശ്വാസിയാണ്. നമ്മളെ ആ രീതിയിൽ അങ്ങേര് ഒരു പറഞ്ഞ ഒരു വല്ലാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് എത്തിക്കുമായിരുന്നു. അവസാനം എൻ്റെ കുടുംബത്തിന്റെ പ്രാരാബ്ദം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വലിയ പൈസക്കാരോ ഒന്നുമല്ല. നമ്മൾ ബുദ്ധിമുട്ടി ഈ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസയാണ്. അന്ന് അങ്ങേടുത്ത് പറഞ്ഞത് സാജാ അങ്ങനാണ് ഇതെല്ലാം പെട്ടത്. അവസാനം ഇപ്പം നമ്മളെല്ലാം നേരെ തിരിഞ്ഞ കേസുകളിലേക്കാണ് വരുന്നത്. ഇപ്പം വന്ന 24-ന്റെ ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഞാനാണ് കുറ്റക്കാരനെന്ന്. അത് പൊന്നൂസിന് ഞാൻ പൈസ കൊടുക്കാനുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ശരിക്ക് അതായത് ഇന്ന് 24 വാർത്ത കൊടുത്ത് കണ്ടോ, ഇയാൾ ഈ KP യോഹന്നാന്റെ സഹോദരനാണെന്നുള്ള കാര്യവും ഇവൻ ഇതുപോലത്തെ തട്ടിപ്പുകാരനാണെന്നും ഉള്ള യാതൊരു ഇത് കൊടുത്തിരുന്നില്ല. എനിക്കും അതുകൊണ്ടാണ് ഞാൻ 24-ന്റെ 2 റിപ്പോർട്ടറെയും വിളിച്ച് ഈ കാര്യം പറഞ്ഞു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമ്പോൾ സത്യസന്ധമായ വാർത്ത കൊടുക്കണം. എൻ്റെ കയ്യിൽ നിന്ന് 14 ലക്ഷം രൂപ വാങ്ങിച്ചതും ഇത് ചീറ്റിംഗ് കേസാണെന്നും കൊടുക്കണം. ചെക്ക് കേസല്ല, ഇത് ചീറ്റിംഗ് കേസാണ്. FIR ഇട്ടേക്കുന്ന ചീറ്റിംഗ് കേസാണ്. എൻ്റെ മോന്റെ അഡ്മിഷന് വേണ്ടി പൈസ വാങ്ങിച്ചെന്ന് പ്രോമിസറി നോട്ടിനകത്ത് എഴുതി തന്നിട്ടുണ്ട്. അവര് പറയുന്നത് ചെക്ക് കേസാണ്, വളരെ ലഘൂകരിച്ചാണ് ഇതെല്ലാം സംസാരിച്ചത്. അവർക്ക് കാശ് കൊടുത്തിട്ടായിരിക്കാം, എനിക്കറിയില്ല എന്തോ ആണെന്ന്. ഞാൻ അതെ 420 ആണ് ഇട്ടേക്കുന്നത്.
കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഇതിന്റെ FIR ഇട്ടിട്ടുണ്ട്. അവർക്ക് മോളിൽ നിന്നുള്ള പ്രഷർ വന്നതിന് ശേഷം മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ പോലും പോയത്. അല്ലെങ്കിൽ ഇയാൾക്ക് ശ്രദ്ധിച്ചിരുന്നില്ലേ ഏതാണ്ട് 11-ലധികം, ഇന്ന് നമ്മൾ തപ്പിയ തന്നെ 11-ലധികം ഇതുപോലെ തട്ടിപ്പ് 25 ലക്ഷം, 50 ലക്ഷം, 75 ലക്ഷം രൂപ വെച്ച് ഈ പലരെയും തട്ടിച്ചിട്ടുണ്ട്. അന്നേരം ഇയാൾ ഇതുപോലൊരു ഫ്രോഡാണെന്നും ഇയാളെ ആ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ പോലും കയറ്റാത്ത ഒരു കള്ളനാണെന്നും ഒന്നും ഈ പൈസ കൊടുക്കുമ്പോ ഒക്കെ ഒന്നും അന്വേഷിക്കേണ്ട ഇത് ആരാ ഈ പ്രായമുള്ള ഈ മനുഷ്യന്. അല്ല, നിർഭാഗ്യവശാൽ ഈ KP യോഹന്നാൻ മരിക്കുന്നതിന് മുമ്പാണ് ഇതൊക്കെ സംഭവിച്ചത്. അതിനുശേഷമാണ് പുള്ളി മരിക്കുന്നതും. അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇയാൾ സ്വന്തം ജ്യേഷ്ഠനാണല്ലോ, അതുകൊണ്ട് എനിക്ക് കുറച്ച് ബോർഡ് മെമ്പർ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വന്നു. എന്റെ തെറ്റ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത്, എന്റെ പൈസ തിരിച്ചു തന്നാൽ എനിക്ക് ഒരു പ്രശ്നമില്ല, അങ്ങേരെ എങ്ങനെയോ ജീവിക്കട്ടെ. പക്ഷെ ഇനി അങ്ങേരെ ഒരാളെയും പറ്റിക്കാൻ പാടില്ല എന്നുദ്ദേശിച്ചാണ് ഞാൻ കേസിലേക്കും കാര്യങ്ങളിലേക്കും പോയത്. അങ്ങേരെ എന്നെ വിളിക്കുകയും എന്റെ കാല് പിടിച്ച്, സാജാ കേസ് കൊടുക്കല്ലേ, കേസ് കൊടുക്കല്ലേ, കേസ് കൊടുക്കല്ലേ, എന്നെ അറസ്റ്റ് ചെയ്യല്ലേ, മീഡിയയ്ക്ക് കൊടുക്കല്ലേ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ അവരാണ് മീഡിയയ്ക്ക് കൊടുത്തത്. ഞാൻ അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോൾ മീഡിയയ്ക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അന്നേരം അങ്ങേരെ എൻ്റെ അടുത്ത് കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു, സാജാ കൊടുക്കല്ലേ കൊടുക്കല്ലേ. ബിലീവേഴ്സ് മെഡിക്കൽ എടുക്കാൻ പോലും അങ്ങനെ സംഭവിച്ചില്ല. അത്രമാത്രം അങ്ങേരത്ത് നമ്മൾ സഹായിച്ച വ്യക്തിയാണ് ഇപ്പൊ നമുക്ക് നേരെ തിരിഞ്ഞു വന്നത്. നമ്മുടെ കുടുംബജീവിതം നശിച്ചിട്ട് അങ്ങനെ എന്ത് അയക്ക് നേടാനാണെന്ന് എനിക്കറിയില്ല. ഈ പൈസ ഇയാൾ, അതായത് ഇന്ന് ആശുപത്രിയുടെ പ്രവർത്തിക്കുന്നുണ്ട്, ഈ പൈസ ഇയാൾ ആർക്ക് കൊടുത്തു എന്നാണ് ഇയാൾ പറയുന്നത്? ഒരു പിടിയില്ല എന്റെ സാറേ, ഒരു പിടി എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചിട്ട് ഈ മെഡിക്കൽ കോളേജുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തില്ല? ഇതുപോലെ പൈസ ഈ ആവശ്യം പറഞ്ഞിട്ടാണ് പുള്ളിയുടെ സഹോദരൻ മേടിച്ചത്, ഇവിടെ കിട്ടിയില്ലേ? പുള്ളി ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് പുള്ളിക്ക് ഇതുമാതിരി നെഞ്ചുവേദന വരികയും ആൻജിയോഗ്രാം ചെയ്യുകയും ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുകയും അങ്ങനെ പരിമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ആ സമയത്ത് പുള്ളിയുടെ ജ്യേഷ്ഠന്റെ മോനാണ് ഇതെല്ലാം കൈകാര്യം ചെയ്ത്. ആ പുള്ളിയുടെ ജ്യേഷ്ഠന്റെ മോൻ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വരികയും എന്നെ വിളിപ്പിക്കുകയും ഞാൻ അവിടെ ചെല്ലുകയും അന്നേരവും SI പറഞ്ഞു, CI പറഞ്ഞു, നിങ്ങൾ ഇവിടെ വെച്ച് ഒരു എഗ്രിമെന്റ് ഉണ്ടാകാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. പുള്ളിയായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അന്നും പുള്ളി പറഞ്ഞു 15 ദിവസത്തിനകം നിങ്ങൾക്ക് പൈസ, ഒരു അഡ്വക്കേറ്റുമായിട്ടാണ് വന്നത്, നിങ്ങൾക്ക് പൈസ തന്നിരിക്കും, നിങ്ങൾ കേസിന്റെ കാര്യങ്ങളിലേക്ക് പോകല്, ഞങ്ങൾ പൈസ തന്ന ഒത്തുതീർപ്പാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ പുള്ളിയുടെ ജ്യേഷ്ഠന്റെ മോൻ ബിജോയ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ പുള്ളിയും നമ്മളെ ഇതേമാതിരി കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ, അത് കഴിഞ്ഞിട്ടാണ് ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി വരുന്നത്. ഇവരെല്ലാം അന്ന് വരെ നമുക്ക് അറസ്റ്റിലേക്കോ കാര്യങ്ങളിലേക്കോ പോകാൻ ഒരു ഉദ്ദേശമില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നത്, എനിക്ക് പുള്ളിയെ ദ്രോഹിക്കണമെന്നൊരു ആഗ്രഹമില്ല. എനിക്ക് എൻ്റെ കഷ്ടപ്പാടിൻ്റെ പൈസയാണ്, എൻ്റെ വിയർപ്പിൻ്റെ പൈസയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയാണ്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. എന്നെ ചീറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചതും. ഞാൻ മരിക്കുന്നത് വരെ, ആ പൈസ കിട്ടുന്നത് വരെ പോരാടിക്കൊണ്ടേയിരിക്കും. ഇപ്പം മോന്റെ അവസ്ഥ എന്താണ്? മോനിപ്പോ എന്ത് ചെയ്യുന്നു? മോനെ ഞാനിപ്പം പൈസ ലോൺ എടുത്തിട്ട് ഞാനിപ്പം മോനെ ജോർജിയക്ക് വിട്ടു. ജോർജിയയിൽ MBBS പഠിക്കുന്നു. അവൻ ഫസ്റ്റ് ടൈം കഴിഞ്ഞു. അല്ല, ഇതൊക്കെ ഒരു പാഠമായിരിക്കണം. കാരണം ഇതുപോലെ അഡ്മിഷനൊക്കെ ഒന്നും ആലോചിക്കാതെ ഇതുപോലുള്ള നമുക്ക് തെറ്റ് പറ്റി, ആര് പറഞ്ഞാലും എന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് ഞാൻ പറയത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ തിരക്കണമായിരുന്നു. നമ്മൾ അങ്ങേയറ്റം ഇങ്ങനെ വിശ്വസിച്ചു. നമ്മൾ ഈ ബിലീവേഴ്സും KP യോഹന്നാനെയും KP പൊന്നൂസും എന്ന് പറയുമ്പോൾ ബോർഡ് മെമ്പറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് 100% ഉറപ്പായിരുന്നു. എൻ്റെ മോന് മാർക്കും ഉണ്ടായിരുന്നു. എൻ്റെ പ്രശ്നം അതാണ്. എൻ്റെ മോന് അത്യാവശ്യം മാർക്കും ഉണ്ടായിരുന്നു. 2 മാർക്കിന് ഡിഫറൻസിലെന്നൊക്കെ നമ്മൾ, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും കോളേജിൽ മാനേജ്മെന്റ് കോട്ടയിലായാലും NRI കോട്ടയിലായാലും അഡ്മിഷൻ വാങ്ങിക്കായിരുന്നു. ഇയാൾ സമ്മതിച്ചില്ല. അതാണ് എനിക്ക് പറ്റിയ അബദ്ധം. എനിക്ക് അതുകൊണ്ട് എൻ്റെ മോനെ ഏതെങ്കിലും കോളേജ് എനിക്ക് ചേർക്കാമായിരുന്നു, അതും സാധിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അബദ്ധം പറ്റിയത്. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല. ഞാൻ എൻ്റെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വസ്തുവും വിറ്റു, എൻ്റെ ഗൾഫ് സമ്പാദ്യമാണ് ഇങ്ങനെ കൊണ്ടുപോയത്. എന്നിട്ട് അങ്ങനെ സുഖിച്ച് ജീവിക്കുമായിരുന്നു, സുഖിച്ച്. അയാളെ ഞാൻ ഇതിനു വേണ്ടി പറയുമ്പോൾ എല്ലാവരും തെങ്കാശിയിലാണ് മൊബൈൽ ഓഫ് ചെയ്തിട്ട് തെങ്കാശി മറിച്ചെടുത്തെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. പോലീസുകാർ അന്വേഷിച്ച് പോലീസുകാർ പോലും ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എങ്ങനെങ്കിലും തീർത്ത് നിങ്ങൾ പ്രശ്നം പരിഹരിക്കുക, ഞങ്ങൾക്ക് അറസ്റ്റിനുള്ള ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പോലീസുകാർ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഈ KP ശ്രീകുമാറിനെ വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പറയാനുള്ള വാക്ക്. നിങ്ങൾ ചെയ്തതിന് ഒരിക്കൽ കൂടി അങ്ങേയറ്റം നന്ദി പറയുന്നത്. നിങ്ങളാണ് കറക്റ്റായിട്ട് ന്യൂസ് കൊടുത്തത്. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാവത്തില്ല, എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ നിങ്ങളുടെ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് മാനസികമായി സന്തോഷം, എൻ്റെ കുടുംബത്തിന് സന്തോഷം ഉണ്ടായി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ വിളിച്ചതും ഇത്രയും സംസാരിച്ചത്. അതുപോലെ ഇയാളെ ആശുപത്രി കൊണ്ടിട്ടെന്ന് പറഞ്ഞു. ഇപ്പം ഇയാളെ കുടുംബക്കാരെല്ലാം കൈയൊഴിഞ്ഞോ? എന്താണ് ഇയാളുടെ അവസ്ഥ? എന്തോ? ഈ ആശുപത്രി, ഏതാശുപത്രിയിലാണ് ഇയാളെ കൊണ്ടിട്ടേക്കുന്നത്?
കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലാണ് കൊണ്ടിട്ടേക്കുന്നത്. അങ്ങേര് ICUവിലാണ്, വെന്റിലേറ്ററാണ്. പക്ഷെ അങ്ങേർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇന്നലെ ഞാൻ അന്വേഷിച്ചപ്പം അറിയാൻ പറ്റിയത് ഹാർട്ടിനോ ലിവറിനോ ബ്രെയിനോ ഒന്നും പ്രശ്നമില്ല. പക്ഷെ അയാള് ബോധമില്ല എന്നുള്ള ഒരു കണ്ടീഷനിലാണ് കിടക്കുന്നത്. ഇത് ഇയാളുടെ ആണല്ലോ. ഇയാള് കാരണം ഇതുപോലെ ഈ എത്രയോ പേർക്ക് പൈസ കൊടുക്കാൻ നടക്കുന്നു. ഇനി ഇതുപോലെ ഒരു പാരലൈസ് ആയ പോലെ ഇയാള് ബോധമില്ലാത്ത പോലെ ഇയാൾ അങ്ങ് അഭിനയിച്ച് കടന്നു കഴിഞ്ഞാൽ ഇനി ആർക്കും പൈസ കൊടുക്കണ്ടല്ലോ. അതൊന്നും എനിക്കറിയില്ല എന്റെ ചങ്ങാതി, എനിക്ക് ഒന്നും പറയാൻ വയ്യ. സത്യം പറഞ്ഞാൽ ഇങ്ങേര് കാണിച്ചിട്ടുള്ള ദുഷ്ടതകൾക്ക് ഇങ്ങേര് കാണിച്ച് എത്ര കുടുംബങ്ങളെ അനാഥമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം കൊടുത്ത ശിക്ഷയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് പറയാൻ പറ്റൂ. എനിക്ക് അത്രമാത്രം വിഷമമുണ്ട്. എന്റെ കുടുംബജീവിതം നശിച്ചത് മാതിരി എത്രയോ കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ എത്രയോ പേര് ഇങ്ങനെ കഥ തുറക്കത്തില്ല. അയാൾ കഥ തുറക്കുന്ന വീടിന്റെ അകത്തുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ കഥ തുറക്കത്തില്ല. ചവിട്ടിപ്പൊളിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്രയോ പേര് അവിടെ വന്ന് കരഞ്ഞിട്ട് പോകുന്നത് എന്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. എത്രയോ പേര്. ആ നാട്ടുകാർ ഒരാൾ പോലും ഇങ്ങനെ എവിടാണെന്നോ എന്തുവാണെന്നോ ചോദിച്ചാൽ പറയത്തില്ല. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ നാട്ടിലുള്ള നിങ്ങൾക്ക് നിരണത്തിൽ ചെന്നിട്ട് തൊട്ടടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെ വീട്. അവിടെ ചെന്ന് തിരക്കിയാൽ അറിയാം. ഒരു മനുഷ്യൻ ഇങ്ങനെ സൈഡ് പറയത്തില്ല. അങ്ങേരെ ജീവിതം എന്തുവാന്ന് ആരും പറയത്തില്ല. അനാഥമായി കിടക്കുന്ന 2 നില വീടിനകത്ത് ഇയാൾ ഏകയായിട്ടാണ് താമസിക്കുന്നത്. ഇതൊക്കെ ഞാൻ പോയി കണ്ടതാണ് എന്റെ കാഴ്ചയിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.